പറയൂ. എന്താ നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? നല്ല ഓട്ടത്തിലായിരുന്നു. ഞാൻ എന്റെ ഒരു എവിടേക്കോ? കടയുടെ പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഓട്ടങ്ങളിലായിരിക്കും. പറയും. ഇപ്പൊ കുറച്ചേരം ഫ്രീ ആണ്, നമുക്ക് വർത്താനം പറയാം. ഇന്നാളെ ഒരു ചർച്ച നടന്നിരുന്നു. രണ്ടാഴ്ചയായി. ആ. കർമ്മമുണ്ടോ കർത്താവുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ എന്തോ തിരക്കിലായി. ഈ കർമ്മമുണ്ടോ കർത്താവുണ്ടോ എന്നൊന്നും നമ്മളെ പ്രശ്നമല്ലാന്നേ. ഈ കർത്താവ് ആരാണെന്നുള്ളതാണ് പ്രശ്നം. ഈ കർത്താവ് ആളെ പറഞ്ഞയച്ചിക്കണോ എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ തന്നെ. മറ്റേന്ന് വെച്ചാല് നമ്മൾ ഈ പുകപടലങ്ങളുടെ പുറകിലിരുന്ന് ഇങ്ങനെ പടവെട്ടാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങള് കർത്താവിനെ അങ്ങനെ തള്ളണില്ല. അല്ല, എനിക്ക് അതിന് തള്ളേണ്ട കാര്യമില്ല ഇന്നത് പ്രത്യേകിച്ച്. എനിക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല. അങ്ങനെ ഇതിന്റെ പിന്നിലിരുന്ന ഒരാള് തച്ചിനിരുന്ന് പണിതതാണെന്നൊരു തോന്നൽ എനിക്കില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയല്ലോ, നിങ്ങളിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു ഉം. കാറ് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയോ മെറ്റീരിയൽസ് കൂടിക്കാണ്ട് ഇങ്ങനെ ഒരുമിച്ച് എന്റെ ഉണ്ടായതാന്ന് പറയില്ലേ? സുഹൃത്തെ, ഈ കാറ് എന്ന് പറഞ്ഞ സാധനം ഒരു ഉൽപ്പന്നമാണ്, ഉൽപാദന പ്രക്രിയയാണ്, പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ അല്ല ക്രിയേഷൻ. ക്രിയേഷൻ ആണ്. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കണം. ഇല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ചോൻ പോലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്കറിയാലോ. ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ചോൻ എന്തെങ്കിലും ഉണ്ടാക്കിയോ? അപ്പൊ ആ തന്നെ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി പടച്ചോൻ എന്ത് ചെയ്ത്? ആദ്യം ജിബ്രീലിനെ പറഞ്ഞയച്ച്, അല്ലേ? ആ ഒരു സ്ത്രീനെ ഗർഭിണിയാക്കണേ പോലും പിന്നെ എന്താ പറയാ, അല്ല വിചാരിക്കാണ് ഇപ്പൊ ഒരു സ്ത്രീ ഗർഭിണിയാവണെന്ന്. ഉദാഹരണത്തിന് മറിയം ബീവി. അപ്പോ ആ ജിബ്രീലിന്റെ അടുത്ത് ഊതാനുള്ള സാധനം കൊടുത്തയച്ചിട്ടല്ലേ ചെയ്യണേ. അപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല ഉണ്ടാക്കിയത് അള്ളാഹു. ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു ഒരു കുന്തവും ഉണ്ടാക്കിയിട്ടില്ല. എന്താ അറിയില്ല, നിങ്ങള് പറയണ വെച്ച് തല കയറില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഒരു പുകപടലത്തിന്റെ പിന്നിൽ പടവെട്ടൽ മാത്രമേ നടക്കുള്ളൂ ഈ ക്രിയേഷൻ എന്ന് പറഞ്ഞാല്. പിന്നെ കാറ് എന്നൊക്കെ പറഞ്ഞാല്, കാറ് എന്ന് പറഞ്ഞാൽ ഇരുമ്പും പല സാധനങ്ങളും എന്താ പറയാ, ഇതിന്റെ ഫൈബറും പലതരം മെറ്റീരിയലും ഒക്കെ വാങ്ങി കൊണ്ടുപോയി പ്രത്യേക അനുപാതത്തിൽ അത് അത് നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ക്രിയേഷൻ അല്ല, ഒരു പ്രൊഡക്ഷൻ ആണ്. അങ്ങനെ തന്നെ ഭൂമിയും മറ്റൊരു ഉൽപ്പന്നങ്ങൾ അതിൽ അതെ വന്ന് അതെ അതെ. അതിലടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. മറ്റൊന്ന് മണ്ണ്. ആ പക്ഷെ ആ മണ്ണ്, വെള്ളം, പക്ഷെ ഈ അതിങ്ങനെ ഭൂമിയുടെ ഒക്കെ ഇങ്ങനെ ഉൽപ്പന്നം ക്രിയേറ്റ് ഇതൊക്കെ ചെയ്തൊരു ഇങ്ങനെ ഇത് ഇങ്ങനൊക്കെ സംവിധാനിച്ച ഒരാൾ വേണ്ടേ? അത് ആരാണ്? ഏതേലും ഒരാളില്ലേ? ഏതാണ് ആള്? അല്ല ആള് ഇങ്ങക്ക്. വേണ്ടേന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ഇത്ര വാശി? അപ്പൊ ഈ കാർ ഉണ്ടാക്കിയതിന് പിന്നിൽ നിർബന്ധമില്ല? കാർ ഉണ്ടാക്കിയ പോലെ അല്ല ഭൂമി ഉണ്ടായിക്കണത്. ഇതെന്താ കഥ? അതല്ലേ ഈ പറയണത്. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും നിങ്ങൾ ഈ പറയണത് ഈ ക്രിയേഷൻ ആണ് എന്നാണ്. ക്രിയേഷൻ അല്ല ഇതൊന്നും. ഇതൊക്കെ ഉള്ള സാധനം രൂപം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും രൂപം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പറയണ്ടോ ഭൂമി ഭൂമിയിൽ പണ്ടക്കും പണ്ടേ ഉണ്ടെന്ന്? അള്ളാഹു പിന്നെ പർവ്വതങ്ങളെ ആണിയാക്കി എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി പർവ്വതം ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. ഞങ്ങളോട് അന്ന് പറഞ്ഞു, നമ്മൾ ഈ ഒരു minute, ഉറക്കം വന്നു. നമ്മുടെ ഈ എന്താ പറയാ, ഭൂമിയുടെ അതിനെന്താ പറയാ, ചില പ്ലേറ്റുകൾ ഉണ്ട്, ടെക്ടോണിക് പ്ലേറ്റ്, അങ്ങനെ എന്താ പ്ലേറ്റ് ഉണ്ട്. ഈ ഭൂഖണ്ഡങ്ങള് ഇവ തമ്മിൽ കൂട്ടി ഇടിച്ചിട്ടാണ് മലകൾ ഉണ്ടാവുന്നത്. അല്ലാതെ പടച്ചോനത് പ്രത്യേകമായിട്ട് മണ്ണ് വെച്ച് ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ഇതൊന്നും ക്രിയേഷൻ അല്ല, ഇതൊക്കെ രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാറേ, നിങ്ങളുടെ അടുത്ത് കാറുണ്ടല്ലോ? പൊന്നാര ഹബീബെ, കാറ് എന്ന് പറഞ്ഞ സാധനം മനുഷ്യര് കയ്യിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. ഭൂമി അതൊരു കറങ്ങുന്നുണ്ടോ? ക്രിയേഷൻ അല്ല, ഭൂമി അതൊരു കറങ്ങുന്നുണ്ടോ? പ്രൊഡക്ഷൻ ആണേ. ആ ഭൂമി ഭൂമി കറങ്ങണുണ്ട്. ഭൂമി ഇങ്ങനെ കറക്കല്ല, ഒരാൾ ഇങ്ങനെ തച്ചിനിന്ന് കറക്കല്ല അത്. ഭൂമി കറക്കണ മലക്കൾ ഇങ്ങനെ നലർന്ന് നിന്നിട്ട് മറ്റേ ഗ്ലോബ് തിരിക്കണ മാതിരി തിരിക്കൊണ്ടിരിക്കണോ?
നിങ്ങൾ അതൊക്കെ വിടി. ഇതൊന്നും മനുഷ്യന് ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം വെച്ചിട്ട് നോക്കുമ്പോ വലിപ്പം എത്ര നമുക്ക് അറിയില്ല. അറിഞ്ഞ പ്രപഞ്ചത്തിന്റെ ഒരു അംശം വെച്ച് നോക്കിയാൽ പോലും നമ്മള് എന്ന് പറഞ്ഞ സാധനം ഒരു എന്താ പറയാ, ഒരു കടുകുമണി പോയിട്ട് നമ്മൾ ഈ എന്താ പറയാ, പുട്ടുപൊടിയത്തെ ഒരു തരി പോലും ഇല്ല നമ്മള് പ്രപഞ്ചത്തില്. നമ്മൾ ഇതിന്റെ ക്രിയേഷന്റെ പിന്നത്തെ ശക്തിനെ അവിടെയാണ് എന്റെ അന്വേഷിച്ച് ചോദ്യം പോയിട്ട് വരുന്നത്. എന്റെ ചോദ്യം വരുന്നത് അവിടെയാണ്. ആ അത്രയും പുട്ടുപൊടിന്റെ അവിടെ ഇല്ലാത്ത നമ്മൾ ഉണ്ടാക്കിയതിന് പിന്നെ തന്നെ ആളുണ്ട്. നമ്മളുണ്ടാക്കിയ പിന്നെ ആരാ ഉള്ളത്? നമ്മളെ മാതാവ് പിതാവുണ്ട്. നമ്മളെ മാതാവും പിതാവും കുത്തിയിരുന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യണ, അല്ലല്ലോ. ഇതൊരു ജൈവിക പ്രക്രിയയാണ്. അപ്പൊ ഇത് ഇത്രയും വലിയ ആരെങ്കിലും ഇരുന്ന് ലോകം ഡിസൈൻ ചെയ്ത് ഇപ്പൊ നിങ്ങളെ മൂക്ക് ഒക്കെ ചിത്രമൊക്കെ വരച്ചിട്ട് കാർ ഉണ്ടാക്കണ പോലെ നിങ്ങളെ വരച്ചുണ്ടാക്കിയതാണോ? അല്ലല്ലോ. തീർച്ചയായിട്ടും ദൈവം അങ്ങനെയാണ് ഇന്നെ കണക്കാക്കിയത്. ഏത് ദൈവം? ദൈവം ഉണ്ടാക്കുകയാണെങ്കിൽ കോർങ്ങേടില്ലാത്ത മനുഷ്യന്മാരുണ്ടാവൂല, കോർങ്ങേടുള്ള മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ. അതിന്റെ പിന്നിൽ യുക്തിയുണ്ട്. എന്ത് യുക്തി? പഠിച്ചോന് ആണ്. പണി അറിയില്ല എന്നുള്ള യുക്തിയാ? അത് ഒരു ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളെ നാട്ടിലൊരു കൊശവനുണ്ട്, കലമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊശവനുണ്ട് എന്ന് വിചാരിക്കാം. അവരങ്ങനെ പറയാൻ പറ്റും, എനിക്കറിയില്ല. അപ്പൊ ഈ കലങ്ങൾ ഇങ്ങനെ കൊശവനെയാണ് ഈ കലം ഉണ്ടാക്കുന്ന ആള്, മഞ്ചട്ടിയൊക്കെ ഉണ്ടാക്കണ. മൺചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആളുണ്ടാക്കുന്ന മൺചട്ടിയില് ഒരു 10 ഉണ്ടാക്കണേല് 5 4 5 ഒക്കെ ഇങ്ങനെ കൊക്കും കോർങ്ങോടായിട്ട് ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് പണി അറിയില്ല എന്നല്ലേ നമ്മള് പറയാ. ഞാൻ പറയട്ടെ, എന്നിട്ട് അതിലെന്ത് യുക്തി? ഹലോ, ആ ഇപ്പൊ ഈ അള്ളാഹു താല ഒരു 10 ആൾക്കാരുണ്ടാക്കിയതിൽ ഉദാഹരണം പറയാട്ടോ. അതിൽ ഒരാൾക്ക് കാലിന് സുഖമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടാക്കിയെങ്കിൽ കാലിന് സുഖമുള്ള 9 ആളുകൾ കാണുമ്പോൾ അയാൾ ചിന്തിക്കണം എന്ന ഈ ഒരാളെ കാണുമ്പോൾ അള്ളാഹു താല എനിക്ക് തന്ന നിയമത്ത് ഇതാണല്ലോ. നിങ്ങളൊരു സൂഫി ആയിട്ട് ഈ പറയണ്ട, ജാതി അത് വേറെ കാര്യം. അല്ല, നിങ്ങളൊരു സൂഫി 9 ചിന്തയിലുള്ള ആളായിട്ട് പോലും പഠിച്ചോനെ ഈ ജാതി സാഡിസ്റ്റ് ആയിട്ടും ആണോ നിങ്ങൾ ചിത്രീകരിക്കണേ? നിങ്ങളെ ദൈവത്തെ നിങ്ങൾ ഇത്ര വികലമായിട്ട് സൂഫി ചിത്രീകരിക്കുന്നത്? ചിന്താഗതി എന്നൊന്നും പറയണ്ട, അതോടക്കട്ടെ. ഞാൻ ഞാൻ അത്ര പറഞ്ഞത് വലിയ സൂഫി ഒന്നുമില്ല, അത് അതോടക്കട്ടെ. ഒരു സാഡിസമാണ്. എന്താ അതിന്റെ അർത്ഥം? അതെന്താ? സാഡിസം പറഞ്ഞ നിങ്ങൾ 10 മക്കളുണ്ടാക്കിയിട്ട് അതിലത്തെ ഒരു കുട്ടീന്റെ 10 ആൺകുട്ടികള് 10 ആളെ സുന്നത്തേക്ക് ഒരാളുടെ മാത്രം മൊത്തം മുറിച്ചു കളയോ? എന്നിട്ട് ഞാൻ ഇതൊന്ന് 9 പൂർത്തിയായില്ല. ആൾക്കും ഈ മൊത്തം മുറിച്ചു കളയാത്തതിന്റെ സൗഭാഗ്യം പിന്നെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ പറയോ? ഞാൻ പൂർത്തിയാക്കട്ടെ. എന്ത് ജാതി വർത്തമാനങ്ങൾ പറയണ? അള്ളാന്റെ നിയമത്ത് മനസ്സിലാക്കാൻ എന്തിനാണ് ഈ പിന്നെ ആളുകളെ ദുരിതത്തിലാക്കുന്നത്? ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളെ. അപ്പൊ ഈ 9 ആൾക്കാര് ചിന്തിക്കണമെങ്കിൽ ഒരാളെ കാണുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരാൾക്ക് ഇനി കഴിയണ മാതിരി നിസ്കരിച്ചാൽ മതി. അത് പടച്ചോന്റെ കഴിവുകേടല്ലേ, അല്ലാതെ ചിന്തിപ്പിക്കാൻ പറ്റൂലാത്തത്. പിന്നെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഓരോരുത്തരെ. കഴിവില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം അള്ളാഹുവിനുണ്ടാവുമോ? പിന്നെ ഹിക്മത്തുണ്ട്, പല സംഗതി അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്ത് ചില വിഷയങ്ങൾ. പിന്നെ ഈ ഉത്തരവില്ലാത്ത ഓരോ സമയത്ത് ഇലകളിൽ നമ്മൾ തന്നെ അള്ളാന്റെ ഹിക്മത്താറിന് രക്ഷപ്പെടാത്രേ ഉള്ളൂ. ഈ ചൈനക്കാരെ കണ്ട മൊത്തത്തിൽ ഒരു പുറത്ത് സംസാരമുണ്ട്, നാട്ടിൻപുറത്തെ സംസാരമുണ്ട്. ഇപ്പൊ എല്ലാരും ഒരേ മാതിരിയാണ്, പക്ഷെ ഓരോ ഒരേ മാതിരിയല്ല. അതേമാതിരി തന്നെയാണ് ഓരോ ഇലകളും ഒരേ മാതിരിയല്ല, വെവ്വേറെ ഇലകളാണ്. അതൊക്കെ പടച്ചോൻ, ഇതൊരു ക്രിയേഷൻ, ഇതൊരു എഞ്ചിനീയറുടെ ക്രിയേഷൻ അല്ല എന്നതിന്റെ തെളിവാണ്. എന്തൊരു വെടുത്തങ്ങൾ പറയണേ. നിങ്ങൾ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞോളി. ആളുകള് കാറ്, ഇപ്പൊ നിങ്ങള് നമ്പർ ഇടാത്ത ഒരേ കളറിലുള്ള ഒരു 10 ഇന്നോവ കാറ് കണ്ടു എന്ന് വിചാരിച്ചോളി ഷോറൂമില്. നിങ്ങൾക്ക് ആ കാറ് തിരിച്ചറിയാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ല. മനുഷ്യന്മാര് ഒരു ഡിസൈൻ ചെയ്തുണ്ടാക്കുമ്പോ അങ്ങനെ ഉണ്ടാവുക. അല്ലാതെ ഒന്ന് അങ്ങനെ ഒന്ന് ഇങ്ങനെ, ഒന്ന് കിഴക്കോട്ട് ഒന്ന് തെക്കോട്ട് ആയിട്ട് ഇരിക്കുന്നതിന്റെ അർത്ഥം ഇതൊരു ക്രിയേഷൻ അല്ല, ഇതൊരു എന്താ പറയാ പ്രൊഡക്ഷനും അല്ല. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സാധനമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളാ പറഞ്ഞ കോലത്തില് കാരണമായിട്ട് മനുഷ്യന്മാരെങ്കില് ഒരാളെ തിരിച്ചറിയെങ്ങനെ? അതെന്താ? പിന്നെ ഐഡന്റിറ്റി കാർഡ് 24 മണിക്കൂറും എന്റെ അടുത്തുള്ള കാറിന്റെ അതേ കളറിലുള്ള അതേ ബ്രാൻഡ് അതേ വർഷം ഇറങ്ങിയ എത്രയോ കാറുണ്ട്, അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. തിരിച്ചറിയാൻ വ്യത്യസ്ത കളറിലാക്കി എന്നല്ലേ പറയണേ? ഗോത്രങ്ങളാക്കി, കളറിലാക്കി, വ്യത്യസ്ത വിഭാഗങ്ങളാക്കി, ഗോത്രങ്ങളാക്കി നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പഠിച്ചോനെ അതുപോലെ അറിയില്ലെന്ന് അതാ പറഞ്ഞത്. പഠിച്ചോനെ ആകെ കൂടെ ഒരു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സൃഷ്ടിവാദം അനുസരിച്ച് നോക്കിയാൽ പോലും പഠിച്ചോൻ ഈ പണി അറിയാത്ത ഒരാളാണ്.
എന്നിട്ട് ആ കോർങ്ങേടുകൾ പടച്ചോന്റെ സൃഷ്ടിപ്പിന്റെ കോർങ്ങേടുകളെയാണ് നിങ്ങൾ ഹിക്മത്തും പടച്ചോന്റെ യുക്തിയായിട്ട് കൊണ്ടുവരുന്നത്. അള്ളാഹിന്റെ യുക്തി എങ്ങനെ നിങ്ങൾക്ക് അറിയാം? അവിടെ നിൽക്കിയ ഈ ചോദ്യം ഉണ്ടല്ലോ, ഇത് ഒരു ഹക്കീക്കത്ത് തിരിയണ മഹാന്മാർക്കേ തിരിയുള്ളൂ. എനിക്ക് തിരിയില്ല. വലിയ സൂഫിയാക്കൾ ഉണ്ടാവുമല്ലോ, ആർക്ക് ഓൾക്ക് തിരിയില്ല? ഇതിന്റെ യുക്തി തിരിയും. ഓൽക്ക് ഒന്നും ചെയ്യാല്ല. വലിയ സൂഫിയാക്കളാണെങ്കിൽ നല്ല വലിച്ച് 2 പുക ആകാശത്തേക്ക് വിടും, അത്രേ ഉള്ളൂ. അല്ലെ നല്ല അത് 4 ഞാൻ വട്ടം കറങ്ങും. നിങ്ങൾക്ക് മൂന്ന് ക്ലാസ് മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞേ, സൂഫിയാക്കൾ തരങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രവേശിക്കണില്ല. അല്ല, ഏത് തരത്തിൽ പ്രവേശിച്ചാലും ഈ പറഞ്ഞ ചോദ്യം ഇങ്ങനെ തന്നെ നിൽക്കും. ഇപ്പൊ ഈ ഒരാൾ ചിന്തിക്കണം മറ്റൊരാൾക്ക് അറിയാൻ പറ്റുമോ? ഞാൻ അതിലേക്ക് വരാം, ഈ വിഷയത്തേക്ക് വരാം. ഹലോ, ഇല്ല, ചിന്തിക്കണം അറിയാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ചിന്തിക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങളെ മൊത്തത്തിലുള്ള ചില പെരുമാറ്റം കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചില അസസ്മെന്റിലേക്ക് എത്താൻ പറ്റും. അത് പൊതുവെ ഒരാൾ ചോദിച്ചോ 2-3 ദിവസം ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇടവഴിക്കാലോ, ഒരു യാത്ര പോയാലൊക്കെ അത് വേറെ. ഇപ്പൊ ഞാൻ ചിന്തിക്കണം നിങ്ങൾ അറിയണ്ടോ? ഇല്ല. ഉറപ്പാ? എനിക്കറിയില്ല. 100% അറിയില്ല. ഏഹ് ഇല്ല, അറിയില്ല. ഒരു സൂഫിക്ക് അറിയാൻ പറ്റുമോ? ഇല്ല, അറിയില്ല. വേറെ സൂഫിക്കും അറിയാൻ പറ്റില്ല. വെറുതെ തള്ളി മറിക്കണേ അതൊക്കെ. ഇപ്പൊ ഈ 24 ലാസ്റ്റ് പരിപാടിയിൽ ഒരു കൈനോട്ടക്കാരന്റെ കൈ നോക്കിയിട്ട്, കൈരേഖ നോക്കിയിട്ട് എന്റെ താമസിക്കുന്ന വീടിന്റെ പ്ലാൻ പറഞ്ഞു തരാറുണ്ട്. എത്ര കാലം ഇത് നടന്നിട്ട്? ഏത് നടന്നിട്ട്? ഈ കൈരേഖന്റെ ഇതിപ്പോ ഒരു 2-3 ആഴ്ച. അതിക്കാ നമ്മള് ബന്ധിപ്പിച്ച. എന്നിട്ട് അല്ല, ഞാൻ പറയാം. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ കൈരേഖ നോക്കിയിട്ടേ അയാൾ ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാന്ന് ഞാൻ ഇതില് നടന്നല്ലേ 24-ല്? അത് ഞാൻ കണ്ടായിരുന്നു. ഈ ജാതി അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഉടായ്പ മാത്രമാണ് ഈ സൂഫിയാക്കൾക്ക് മനസ്സ് വായിക്കാൻ പറ്റും പറയണതേ. ഒരു തള്ളാണേ. പിന്നെ കുറെ ആളുകളുടെ മട്ടും ഭാവമൊക്കെ വെച്ച് കണ്ടിട്ട് എല്ലാ ആളുകളോടും ഇപ്പൊ നിങ്ങളോട് ഞാൻ ഇത്രയും കാലം സംസാരിച്ച അറിവ് വെച്ചിട്ട് നിങ്ങളെ കുറിച്ചുള്ള എന്റെ ഒരു വിലയിരുത്തൽ വെച്ചിട്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് ചില പ്രവചനങ്ങൾ നടത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റും. അത് ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഇതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് വിശദമായിട്ട് ഒരാൾ എന്താ ചിന്തിക്കുന്നതെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. അത് കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ കഴിയണ ഒരാളെങ്ങൾ ഇന്റെ അടുത്ത് കൊണ്ടുവന്നേരി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ ഞാൻ അപ്പൊ ചിന്തിക്കുന്ന കാര്യം ചിന്തിക്കണ്ട, ഞാൻ പേപ്പറിൽ എഴുതിയേക്കാം, അത് പറഞ്ഞാൽ മതി. ഞങ്ങളോടക്ക് പോവോ? പിന്നെ ഏലംകുളത്ത് മുതിർച്ചയോ ബാപ്പു ഉസ്താദ് പറഞ്ഞൊരു മഹാൻ. ഏലംകുളം ബാപ്പു ഉസ്താദ്. മുപ്പതിനടുത്ത് നിങ്ങൾ പോയാല് അപ്പൊ നിങ്ങക്ക് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പുള്ളി പറയോ? അയ്യോ, നിങ്ങക്ക് മൂപ്പരെ പരിചയമുണ്ടോ? ഇല്ല. അയ്യോ, വളരെ ഉഷാറായി. മറ്റേ നിങ്ങള് പ്രവചനാണ്, മറ്റെങ്ങനെയാണ് തോന്നിയതാണ്, മറ്റേ ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ അമ്മക്ക് ഇത്ര മക്കളാണ്, ഇപ്പൊ എത്രാമത്തെ വയസ്സിലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് എന്താ പറയണ്ടേ? എന്റെ മനസ്സിലുള്ളത്, എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ആഗ്രഹം. ഉദാഹരണം പറയാം, ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങള് ചിന്തിക്കാണ്, ഉദാഹരണം പറയാട്ടോ. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന സാധനം, ഞാനിപ്പോ കുറച്ച് അധിക ദിവസമായിട്ട് ഇടയ്ക്ക് ചിന്തിക്കാറുള്ള സാധനം, അത് ഞാൻ എഴുതി ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി ഒരു രജിസ്റ്റർ. ഭക്ഷണത്തിന്റെ റെസ്റ്റോറന്റ് തുടങ്ങിയാൽ നിങ്ങൾ ചിന്തിക്കാണ്. ഹലോ, അങ്ങനെയൊന്നുമല്ല. അല്ല, ഞാൻ ഉദാഹരണം പറയാണ്. നിങ്ങളെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, നിങ്ങൾ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞാല് അപ്പൊ നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കും. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളപ്പോ സത്യമതത്തിലേക്ക്, നിങ്ങളിപ്പോ ഒരു ഇസ്ലാമിലേക്ക് വരുമോ? നിങ്ങള് സത്യമതം പറഞ്ഞപ്പോ ഞാൻ ആ വാക്ക് ഉപയോഗിക്കണില്ല. കാരണം നിങ്ങളെടുത്തുകൂടി ആവുമ്പോഴല്ലേ അയാള് അങ്ങനെ പറഞ്ഞ ആ ആൾക്ക് കഴിവുണ്ടെന്ന് ഞാൻ അംഗീകരിക്കാം, അയാൾക്ക് അതിനുള്ള ശേഷി ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കാം. അതുപോരാ, അതിനതങ്ങനെ പിന്നെ അയാൾക്ക് കഴിവുണ്ട് 100%. നിങ്ങൾ വിശ്വസിക്കണം, വിശ്വാസിയാവണം. ഞാനൊരു 5 കാര്യങ്ങള് ഒരു പേപ്പറിൽ എഴുതി വെക്കും. എന്റെ മുന്നോട്ടുള്ള ജീവിതത്തില് എന്റെ ആഗ്രഹങ്ങൾ ഒരു 5 എണ്ണം എഴുതി വെക്കും. ആ 5 എണ്ണത്തിൽ 4 എണ്ണം അയാള് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. നിങ്ങൾ എപ്പോഴാ ആളെ കൊണ്ടുവരാ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാ അങ്ങോട്ട് പോകേണ്ടത്? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, പറയണ കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യും. തീർച്ചയായിട്ടും എഴുതുന്ന കാര്യം ഞാൻ ഡേറ്റ് വെച്ചിട്ട്
പിന്നെ ക്യാമറയിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ആവുന്ന രീതിയിൽ ഡേറ്റും ടൈമും ഉൾപ്പെടെ ഞാൻ എഴുതുന്ന കാര്യം ഷൂട്ട് ചെയ്ത് അത് ഭദ്രമായ ഒരു പേപ്പറിൽ മടക്കി ഒരു കവറിലിട്ട് ഭദ്രമായി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കും. ഏൽപ്പിക്കൊണ്ട് ഉദ്ദേശം എന്താ? ഏൽപ്പിക്കും എന്ന് പറഞ്ഞാല് അതല്ലെങ്കിൽ നമ്മള് ആ പോകുന്ന അന്നില്ലേ, ആ പോകുന്ന അന്ന് ഞാന് അവിടുന്ന് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മളവിടെ അവിടെ ഏലംകുളത്ത് അവിടെ ഉസ്താദിന്റെ അടുത്ത് കയറുന്നതിന്റെ തൊട്ട് മുമ്പത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യും നിങ്ങളെ വീട്ടിക്ക് നിങ്ങള് അഡ്രസ്സിൽ. കളവ് അറിയരുത് കേട്ടോ, ഉള്ളിലൊക്കെ അതല്ല മുനാഫിക്കിനെ അതല്ല പോലെ ഇരിക്കരുത്. ഉള്ളിലുള്ളത് ഞാൻ പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ ഈ അയ്യോ, ഉസ്താദിനെ ആ അത് കാണുന്നതിന്റെ പറ്റും. മുമ്പ് നിങ്ങളെ വീട്ടു അഡ്രസ്സിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. ആ ആ സാധനം ഞാൻ എഴുതുന്നതും ഒപ്പിടുന്നതും ഒക്കെ ഞാൻ അതിന്റെ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അടിപൊളി. ആ സാധനം നിങ്ങൾ എടുത്തെത്തും. നിങ്ങൾ ആ സാധനം എനിക്ക് ഈ ഉസ്താദ് പറയണത് എനിക്ക് റെക്കോർഡ് ചെയ്യണം. ഉസ്താദ് എന്താ ആ പറയണെന്നുള്ളത്. അതൊക്കെ വേണ്ടി വരും. ആ ആ അത് അപ്പൊ അത് ഓരോട് നിങ്ങൾ ചോദിച്ചിട്ട് തീയതി അങ്ങനെ മട്ടം കുറിച്ചോളി. പോലെ നിങ്ങൾ ചെയ്താണ്. ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ട് കുറിച്ചോളി. എനിക്ക് ഭയങ്കര ത്രില്ലുള്ള സാധനമാണ് അതൊക്കെ. അല്ല, നിങ്ങൾക്ക് ഒരു മനുഷ്യന് തന്ന ഒരു ഇങ്ങനത്തെ ഇത് ഒരു ചില സംഗതികൾ അനുഭവിച്ചു സുഹൃത്തെ കഴിഞ്ഞാല് അങ്ങനെ കഴിയില്ല. അല്ല, നിങ്ങൾ നിഷേധിക്കണ്ട, അംഗീകരിക്കും വേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാം, അതിൽ കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ കഴിയില്ല ഇല്ല, മനുഷ്യന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ നിങ്ങൾ നീ പറഞ്ഞു. നിഷേധിക്കണ്ട, ഉം. അംഗീകരിക്കണ്ട. അംഗീകരിക്കണം, ഞാൻ ഒന്ന് ബോധ്യപ്പെട്ടോട്ടെ. നിഷേധിക്കും ആയിക്കോട്ടെ, വേണ്ട, ആള് ഞാൻ അതിപ്പോ സമ്മതിക്കും. പെൻഡിങ്ങിലോടെ നിന്നോട്ടെ. അപ്പൊ ആയിക്കോട്ടെ, അതവിടെ അതോ പെൻഡിങ്ങിൽ നിന്നോട്ടെ. ബോസ് അപ്പൊ അവിടെ നിങ്ങൾ അവിടെ ഡേറ്റും പെൻഡിങ്ങിലോടെ ടൈമൊക്കെ വെക്കുക. നോക്കിയിട്ട് നിങ്ങൾ ആ ഡേറ്റും ടൈമൊക്കെ നോക്കിയിട്ട് ഉസ്താദിന് സമ്മതാണ് നിങ്ങൾ പറഞ്ഞോളി. ആ ഒരു പെൻഡിങ്ങിലോടെ വെക്കുക ആ ആ. വിഷയം. പിന്നെ അതിനെ ഈ പറ്റി ഇപ്പൊ സംസാരിക്കണ്ട. സൂഫിയാക്കന്മാർക്ക് വേറെ ചില അതെ സൂഫിയാക്കന്മാർക്ക് ഒരു കേടുണ്ട്. അതെ, ഞാൻ ആ ഇതൊന്ന് വീഡിയോ എടുക്കാൻ പൂർത്തിയാക്കട്ടെ. പറ്റൂല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ പറ്റൂല. റെക്കോർഡ് ചെയ്യണം, ആൾക്കാരെ കാണിക്കാനുള്ളതാണ്. ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. ആ ഈ വിഷയം പെൻഡിങ്ങിലോടെ നോട്ടെ. ആ തള്ളും പെൻഡിങ്ങിൽ വേണ്ട, എടുക്കട്ടെ. എടുക്കും വേണ്ട. ആയിക്കോട്ടെ, അവിടെ പെൻഡിങ്ങിൽ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ സമയം നോക്കിയിട്ട് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. അല്ല, ഞാനവിടെ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി അങ്ങനെ നടക്കുമെന്നുള്ളത്. നിങ്ങൾക്ക് പോകാം, അവിടെ എന്തോ തിങ്കളാഴ്ച എന്തോ ഒരു ദിവസം ഒഴിവുണ്ടാവുക. അതൊന്നും അപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ഞാൻ പോവുക. ഇങ്ങനത്തെ കൊറേ ആൾക്കാരെ കണ്ടിക്കണ്. അല്ല, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പോകുമ്പോ നിങ്ങൾ പറഞ്ഞോ. ആളില്ലാത്ത ദിവസം പോകാൻ പറ്റൂലല്ലോ. അല്ല, അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളും ഞാനും ഒരുമിച്ചാ പോവേ. ഞാൻ ഒറ്റക്കല്ലല്ലോ. ഞാനോ പിന്നെ ഞാൻ ഒറ്റക്കാ പോവാ. ഞാൻ ഒറ്റക്കല്ല. നിങ്ങൾ ഇന്നേം കൊണ്ട് പോകുന്നു, നമ്മളത് കാണുന്നു, അത് അനുഭവിക്കുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് നമ്മളത് ആൾക്കാരോട് ആ സത്യാവസ്ഥ പരസ്യമായിട്ട് പറയുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്, കട്ട് ചെയ്യണ്ട. ആ പറയൂ. അത് വളരെ നല്ലൊരു മുന്നേറ്റമാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരിക്കാണ് ചെയ്യണത്. അതെ, ഞാൻ അന്നിപ്പോ ആ ഹിന്ദു സന്യാസിമാരോട് തന്നെ പറഞ്ഞത്, കൈനോട്ടക്കാരനോട് തന്നെ പറഞ്ഞത്. കൈനോട്ടക്കാരൻ അവസാനം പരിപാടി കഴിഞ്ഞിട്ട് പ്രവചിച്ചു. അത് 8 നിലയിൽ പൊളിഞ്ഞ് പാളിസായി. പിന്നെ ഞാൻ അയാളെ അപമാനിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് പുറത്തു വിട്ടില്ല. അത് വേണമെങ്കിൽ പുറത്തു വിടുകയും ചെയ്യും. അത് ഓരോ കാര്യത്തെ പറ്റിയിട്ട് പറയാൻ എനിക്ക് ആരെ കാര്യം ഔദ്യോഗികമായിട്ട് പറയാൻ ഞാൻ ഇത് ആളല്ല. ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ തന്നെയാണ്, ഹിന്ദുക്കളുടെ കാര്യത്തിൽ തന്നെയാണ്, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ്. ഇവരൊക്കെ ഒരേ സൂത്രപ്പണി പല പേരിൽ പല വേഷം കെട്ടിൽ നടത്തുന്നു നിങ്ങൾ മാത്രം. ലാസ്റ്റ് പറഞ്ഞ മതവിഭാഗത്തിൽപ്പെട്ട സൂഫിയാക്കളെ കാര്യത്തിൽ ആധികാരികമായിട്ട് ഞാൻ പറയാണ്, ഓൽക്ക് ഇതിന് സാധ്യമാണ്. ഒരു കുന്തവും സാധ്യമല്ല. നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നല്ല നമ്മൾ അടിപൊളി ഒരു ഓഫർ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. നിങ്ങളും വരണം, നിങ്ങളും ഞാനും പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. എനിക്ക് ഞാനങ്ങനെ പോവില്ല, അതാണ്. എന്താ പോയാല് നിങ്ങൾക്ക് അവിടെ പോണ വേറെ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ആരെ കൂടെ വേണേലും പോവാം നമുക്ക്. അപ്പൊ ഈ വിഷയം അവിടെ അങ്ങനെ അപ്പൊ കേട്ടത്. അതടക്കട്ടെ. ഇത് ഞാൻ അനുഭവിച്ച ഒരാളെ സംഗതി, അതിൽ നിന്ന് തർക്കിക്കണ്ട. അതായത് ഞാൻ തർക്കിക്കണില്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് കഴിയൂലെന്നാ പറഞ്ഞത്. പിന്നെ ചില ഒബ്സർവേഷൻ അനുസരിച്ച് ചില ആളുകളെ കുറിച്ച് ഒരാൾ മുന്നിൽ വന്നിരിക്കുമ്പോ അയാളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കാവുന്ന തരത്തിൽ നമുക്ക് ചില സംസാരങ്ങൾ നടത്താൻ പറ്റും, സ്വാഭാവികമായിട്ടും. അത് ഞാൻ അങ്ങനെ എത്രയോ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു പ്രവചനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പണ്ടേ എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, മൂപ്പർ കേൾക്കോ എനിക്കറിയില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരു ബജാജിന്റെ ബൈക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങള് എപ്പോഴും ഈ ബൈക്കിന്റെ പുറകിൽ ഞാൻ ഉണ്ടാവും, ഫ്രണ്ടിൽ അവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിലാവുമ്പോ പുറകിലായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഫ്രീ സമയങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ പുറകിലും അവൻ മുന്നിൽ വണ്ടി ഓടിക്കണു, ഞാൻ അങ്ങനെ പുറകുന്ന അവനങ്ങനെ പിടിച്ച് അങ്ങനെ പോവാണ്. അപ്പൊ അവന്റെ ഷോൾഡറിലാണ് എന്റെ താടി വെച്ചിട്ട് അങ്ങനെ പോവാണ്, നമ്മൾ ഫ്രണ്ട്സ് പോലെ. അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരെ
ഒരു കോഴി നിൽക്കുന്നുണ്ടായിരുന്നു. റോഡിന്റെ സൈഡിൽ ഒരു കോഴി ഇങ്ങനെ ചെനക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അവന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആ കോഴി ഞമ്മക്കുള്ളതാണ് ട്ടോ പറഞ്ഞു. ഒരു ഒരു 300 മീറ്റർ ഒക്കെ പുറത്തുനിന്നാട്ടോ. ഒരു 200 250 മീറ്റർ പുറകുന്ന് ഞാൻ പറയണടാ ആ കോഴി ഞമ്മക്കുള്ളതാണ് ട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ആ വണ്ടിന്റെ അടിക്ക് കറക്റ്റ് ആയിട്ട് കോഴി, ആ സമയത്ത് ആ കോഴി അവിടുന്ന് കൊട്ടിപ്പടഞ്ഞ് നേരെ വണ്ടിന്റെ അടിക്ക് വന്ന് കയറി. ഞാൻ ഔലിയ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പോണ കാര്യം. അത് ഞാൻ തയ്യാറാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല, നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിങ്ങള് എന്താവുക? ഞാൻ അയാളെ ആ കഴിവിനെ അംഗീകരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ നടക്കൂല. അങ്ങനെന്താ നിങ്ങളെന്താ കെണിയിൽ പെടുത്താനാ? അങ്ങനല്ല ഇപ്പൊ നിങ്ങള് അത് വിശ്വാസിയാവും. അത് അതുകൊണ്ട് അത് അങ്ങനെ ഒരു കഴിവ് അയാൾക്ക് ഉണ്ടെന്ന് ആദ്യം ബോധ്യപ്പെടുത്തുകയും ആ കഴിവ് അയാൾക്ക് പടച്ചോൻ ഭാഗത്തുള്ള അടുപ്പം കൊണ്ട്, ആ വിലായത്തോണ്ട് ഉണ്ടായതാണെന്ന് അയാൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പടച്ചോനെ വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ പഠിച്ചാൻ ഭാഗത്തുള്ള അതിപ്പോ ഇങ്ങനെ അള്ളാന്റെ വിലായത്തിലുള്ളതാണെന്നേ ആ അയാൾ പ്രൂവ് ചെയ്താൽ മതി. പ്രൂവ് ചെയ്യാന്ന അത് മനസ്സിലാവണ്ടേ, നമുക്ക് ബോധ്യപ്പെടണ്ടേ? ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് ബോധ്യപ്പെട്ടാ ഞാൻ പടച്ചുണ്ടെന്ന് ബോധ്യപ്പെട്ടാ ഞാൻ കലിമ അപ്പ ചൊല്ലൂലേ? എന്താ സംശയം? അല്ല, അത് അദ്ദേഹത്തിലൂടെ ബോധ്യപ്പെട്ടാൽ ആ കലിമ ഉറപ്പല്ലേ ചൊല്ലൂലേ? പിന്നെ എന്താ കഥ? ശരി. ബാക്കി നമുക്ക് പിന്നെ പഠിച്ചുണ്ടാക്കാലോ. പടച്ചുണ്ടെന്ന് ബോധ്യപ്പെട്ട അപ്പൊ തന്നെ മാഷാ അല്ലാ, അപ്പൊ തന്നെ ഷാത്തലിമ അല്ലല്ലാണ്. സുന്നത്ത് ഓൾറെഡി കഴിച്ചോണ്ട് പിന്നെ കഴിക്കണ്ട. ഇനി അടക്കട്ടെ, ഈ വിഷയം ഇങ്ങനെ നിക്കട്ടെ. ആയിക്കോട്ടെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. ഇനി അവിടെ പോയിട്ട് സംഗതികളെ അങ്ങനെ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ആയിക്കോട്ടെ. പിന്നെ ഇതിനെ പറ്റിയിട്ട് പിന്നീട് ബാക്കി സംസാരിക്കാം. ഓക്കെ.